ഹായ് ഓൾ, ഇത് നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് ആക്ച്വലി കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണോ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, എ ആൻഡ് ബി ആർ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x = 0 ആൻഡ് എക്സ് സ്ക്വയർ ബൈ 9 മൈനസ് വൈ സ്ക്വയർ ബൈ 4 = 1. അല്ലെ, അതായത് രണ്ട് കർവ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x = 0. അല്ലെ, രണ്ടാമത്തെ ആരാ? എക്സ് സ്ക്വയർ ബൈ 9 മൈനസ് വൈ സ്ക്വയർ ബൈ 4 = 1. അല്ലെ, ഈ രണ്ടിന്റെയും ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണെന്ത്? എയും ബിയും. ആ രണ്ട് കർവിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കാണാനേ രണ്ട് കർവും സോൾവ് ചെയ്താൽ പോരെ. അല്ലെ, ആ രണ്ട് കർവും സോൾവ് ചെയ്താൽ ആ രണ്ട് കർവിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടൂലേ. അല്ലെ, അപ്പൊ ഞാൻ ഈ എയും ബിയും കിട്ടാൻ എന്ത് ചെയ്യാണ്? ഈ രണ്ട് കർവും സോൾവ് ചെയ്യണേ. അപ്പൊ അതിന് ക്രോസ് ചെയ്യണം ആദ്യം. ഇതൊന്ന് ചെറുതാക്കണേ. എന്തായി? 4x² മൈനസ് 9y² ഈക്വൽ എന്തായി? ഇത് 36 അല്ലേ. അല്ലെ, അപ്പൊ 9y² എന്താ? 4x² മൈനസ് 36 അല്ലേ വരിക. ആ y² എന്താ? 4x² മൈനസ് 36/9 അല്ലേ വരിക. അല്ലെ, ഈ y² ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താ വരിക? x² പ്ലസ് y² ആരാ? y² ആരാ? 4x² മൈനസ് 36/9 മൈനസ് 8x = 0. ഓക്കെ, ക്രോസ് എന്ത് വരിക? 9x² 9x² ആണ്, പ്ലസ് 4x² മൈനസ് 36 9 to 8 72 അല്ലേ. 72x, ഈ 9 ഇങ്ങോട്ട് 0 ആവും. അപ്പൊ എന്താ? 9x² പ്ലസ് 4x² 13x² ആണ്, മൈനസ് 72x മൈനസ് 36 എന്തായി? 0. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ ഈ മൈനസ് 72x ശ്രദ്ധിക്കുക, 13x² സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം യൂസ് ചെയ്യണേ. മൈനസ് 72x ഞാൻ മൈനസ് 78x പ്ലസ് 6x എന്തായാലും അല്ലെ, മൈനസ് 36 എന്താ? 0. ഇവിടെ എനിക്ക് ആരെ കോമൺ ആക്കി എടുക്കാം? 13x കോമൺ ആക്കി എടുക്കാലോ. അല്ലെ, ബാക്കി ആരെ വരിക? x മൈനസ് 6 അല്ലെ. ഇവിടുന്ന് 6 കോമൺ ആക്കിയത് ബാക്കി എന്താ? x മൈനസ് 6 അല്ലെ. 0. ഇവിടെ നിങ്ങൾക്ക് x മൈനസ് 6 കോമൺ ആക്കി എടുക്കാലോ. ആ x മൈനസ് 6 കോമൺ ആക്കിയത് ബാക്കി എന്താ വരിക? 13x പ്ലസ് 6 അല്ലെ. 0 അല്ലെ. ഇത് പ്ലസ് 0 ആവോ? ഒന്ന് x മൈനസ് 6 0 ആവണ്ടേ. അപ്പൊ x ആരാ? 6. അല്ലെങ്കിൽ 13x പ്ലസ് 6 0 ആവണ്ടേ. അപ്പൊ x ആരാ? മൈനസ് 6/13 അല്ലെ. അപ്പൊ x കിട്ടി. x കിട്ടിയാൽ കറസ്പോണ്ടിങ് y കാണാലോ. എങ്ങനെ y കാണാം? y ആരവിടെ? y² ഇതല്ലേ. അല്ലെ, y² ആരാ? 4x² മൈനസ് 36/9 ആണ്. എടാ, x മൈനസ് 6/13 ആണെങ്കിൽ y² എന്താ വരിക? y ഇൻറ്റു x² മൈനസ് 6/13 അല്ലേ. എന്താ? 36/169 വരും, മൈനസ് 36/9. എടാ, ഇത് ചെയ്താൽ ഇതിന്റെ വാല്യൂ നെഗറ്റീവ് വരിക. y² നെഗറ്റീവ് ആവുമ്പോൾ ആ y² പ്രോപ്പർ വാല്യൂ ഉണ്ടാവോ? ഇല്ല, y² നെഗറ്റീവാ. y ഇമാജിനറി ഇല്ലേ. y² നെഗറ്റീവ് ആണ്, y എന്താ? ഇമാജിനറിയാ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താവൂല? മൈനസ് 6/13 ആവൂല. കാരണം എന്താ? അത് കൊടുത്താൽ y² വാല്യൂ എന്താവും? നെഗറ്റീവ്. y² നെഗറ്റീവ് ആവില്ലല്ലോ, അപ്പൊ അതാവൂല. അപ്പൊ x എന്താ? 6 ആണ്. അപ്പൊ x 6 കൊടുത്ത y എന്താ വരിക? 4 ഇൻറ്റു 6² 36 അല്ലേ, മൈനസ് 36/9. സോ y². അപ്പൊ 4 36 മൈനസ് 1 36 3 36 അല്ലേ, 336/9 കട്ട് ചെയ്താൽ 4 അല്ലേ. സോ y² എന്താ? 12. y² 12 ആയ y എന്താ? പ്ലസ് ഓർ മൈനസ് √12 അല്ലെ. അപ്പൊ x 6 ആവും, y എന്താവാം? പ്ലസ് √12 ആവാം, അല്ലെങ്കിലോ മൈനസ് √12 ആവാം. അപ്പൊ ഇതാണ് രണ്ട് പോയിന്റ്. അതിൽ ഒരാളെ എ ആക്കി എടുത്തു, മറ്റാളാരാ? ബി ആണ് അല്ലെ. അപ്പൊ ഒരാളാരാ? 6 √12 ആണ്, മറ്റാരാ? 6 മൈനസ് √12 ആണ്. അത് കിട്ടി അല്ലെ. ഇനി എന്താ? അതൊക്കെ. അപ്പൊ എ ബി ആയി. എ 6 √12 ആണ്, ബി ആരാ? 6 മൈനസ് √12 ആണ്. A point P moves on the line 2x minus 3y plus 4 = 0. Then the center of the triangle PAB. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട് PAB. അഗൈൻ ശ്രദ്ധിച്ചിരിക്കുക, ഒരു ട്രയാങ്കിൾ ഉണ്ട് PAB. ആ PAB എ ഇവിടെ ABP. ഈ PAB എന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ലൈ ഓൺ ദ ലൈൻ. ഏത് ലൈനിലാണ് കാണാം അല്ലെ. അതായത് സിമ്പിൾ പറഞ്ഞാലേ ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിന്റെ ലോക്കസ് കാണാം അല്ലെ. അപ്പൊ ഇവിടെ എ എന്താ നമുക്കറിയാം. എ എന്താണെന്നറിയാം. എ 6, √12. ബി ആരാ? 6, മൈനസ് √12 അല്ലെ. പി നമുക്ക് അറിയില്ല. ഓക്കെ, പക്ഷെ പി എന്താന്ന് പറഞ്ഞിട്ട്, പി എന്ന ആള് ഒരു ലൈനിലാണ് അല്ലെ. ഏത് ലൈനിലാണ്? 2x minus 3y plus 4 = 0.
അങ്ങനെയെങ്കിൽ അവിടെ പി എന്ന് പറഞ്ഞത് എക്സ് ആൽഫ ആണെങ്കിൽ വൈ എന്താ എക്സ് ആൽഫ ആണെങ്കിൽ ഇവിടെ നോക്ക് 2α മൈനസ് 3y പ്ലസ് 4 0 അല്ലേ അപ്പൊ 3y എന്താ 2α പ്ലസ് 4 അല്ലേ അപ്പൊ y എന്താ 2α പ്ലസ് 4/3 അല്ലേ y എന്താ 2α പ്ലസ് 4/3 അല്ലേ ഞാൻ ചെയ്തെന്താ എക്സ് ആൽഫ ആണെങ്കിൽ ഇവിടെ കൊടുക്കുക 2α മൈനസ് 3y പ്ലസ് 4 എന്താ 0 അപ്പൊ 3y 2α പ്ലസ് 4 അല്ലേ y എന്താ 2α പ്ലസ് 4/3 ആണ് അല്ലെ അങ്ങനെയെങ്കിലേ ഇതിന്റെ സെൻട്രോയിഡ് ഇവിടെ ആ സെൻട്രോയിഡിന്റെ ലോക്കസ് അല്ലേ കണ്ടത് ആ സെൻട്രോ എന്താണ് എന്തിന്റെ ലോക്കസ് ആണോ കാണുന്നത് അതിനെ h,k എന്ന് വിളിക്കല്ലേ ചെയ്യാ അല്ലെ ഇനി എന്ത് ചെയ്യാ ആ ലോക്കസ് ആണെന്ന് എന്താ എന്തിന്റെ ലോക്കസ് ആണോ കാണുന്നത് അതിനെ h,k എന്ന് വിളിക്കുക ഇനി h,k ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കണ്ടേ അതിനുവേണ്ടി h എന്താണ് അവിടെ h ആണ് നമുക്കറിയാം സെൻട്രോയിഡ് ആണെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3/3 വരിക അപ്പൊ h എന്താ വരിക 6 പ്ലസ് α/3 അപ്പൊ എന്താ 12 പ്ലസ് α/3 അല്ലെ അങ്ങനെ ആൽഫ എന്താ വരിക 3h മൈനസ് 12 അല്ലേ അല്ലെ ആൽഫ 3h മൈനസ് 12 ഓക്കെ അതേപോലെ ഇവിടെ k എന്താ വരിക k y1 പ്ലസ് y2 പ്ലസ് y3/3 അല്ലേ അപ്പൊ എന്താ വരിക √12 പ്ലസ് മൈനസ് √12 0 ആയി പ്ലസ് 2α പ്ലസ് 4/3 അല്ലേ അല്ലെ അങ്ങനെ ഇവിടെ ആൽഫ എന്താ 3k മൈനസ് 4/2 അല്ലേ വരിക അല്ലെ അവിടെ രണ്ടും ആൽഫ അല്ലേ അപ്പൊ രണ്ടിനും ഇക്വേറ്റ് ചെയ്യാലോ ഇതും ആൽഫയാണ് ഇതും ആൽഫയാണ് ഇക്വേറ്റ് ചെയ്യാം അപ്പൊ എന്തായി 3h മൈനസ് 12 എന്താ 3k മൈനസ് 4/2 അല്ലെ ക്രോസ് ചെയ്ത് എന്താ 2 into 3h 6h 2 into മൈനസ് 12 മൈനസ് 24 ഈക്വൽ എന്താ 3k മൈനസ് 4 അല്ലേ അല്ലെ അങ്ങനെയെങ്കിൽ ഇത് ഇങ്ങോട്ട് പോയി ഇത് ഇങ്ങോട്ട് എന്തായി 6h മൈനസ് 3k ഈക്വൽ 24 മൈനസ് 4 അല്ലേ എത്രയാ 20 6h മൈനസ് 3k 20 ആണ് അല്ലെ ഇതല്ലേ ഇക്വേഷൻ കിട്ടിയത് അപ്പൊ എച്ചും കെയിലും ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുത്താലേ എച്ചിന് പകരം എക്സ് കൊടുക്കുക കെക്ക് പകരം വൈ കൊടുക്കല്ലേ അപ്പൊ എച്ചിന് പകരം എക്സ് കൊടുത്താൽ 6h 6x ആയില്ലേ 3k എന്തായി 3y ആയില്ലേ ഈക്വൽ 20 ഇതെല്ലാം ലോക്കസ് ആണ് മെത്തേഡ് അപ്പൊ 6x മൈനസ് 3y എന്താ 20 ആണ് സോ ഓപ്ഷൻ 6x മൈനസ് 3y അല്ലേ 9y 6x മൈനസ് 3y എങ്ങനെ 3y ആയത് ഓപ്ഷനിൽ 6x മൈനസ് 9y ആണുള്ളത് അല്ലേ 9y അപ്പൊ എവിടെയോ നമ്മൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എവിടെയാണെന്ന് നോക്കാം നമുക്കൊന്ന് ചെക്ക് ചെയ്യണേ √12 മൈനസ് √12 2α പ്ലസ് 3/3 ഇത് /3 ഉണ്ടല്ലേ ഇവിടെ നമ്മളെ y1 പ്ലസ് y2 പ്ലസ് y3/3 ഇല്ലേ അപ്പൊ ഇത് 2α പ്ലസ് 4/3/3 ഇല്ലേ അപ്പൊ ഇവിടെ 9 വരിക കേട്ടോ അപ്പൊ കാൽക്കുലേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പൊ 2α പ്ലസ് 4/9 ആണ് വരിക അപ്പൊ ഇവിടെ ആൽഫ എന്താ വരിക ഇവിടെ ആൽഫ എന്താ വരിക 9k മൈനസ് 4/2 വരിക അല്ലെ സോ 9k ഇവിടെ 9k ആണ് വരിക 9k സോ ഇവിടെ എന്താ വരിക 9k വരിക ഇത് 9k അല്ലെ അപ്പൊ എന്താ വരിക 6x മൈനസ് 9y ഈക്വൽ 20 ആണ് വരിക ഓക്കെ സോ 6x മൈനസ് 9y എന്ന് പറഞ്ഞാൽ എന്താ ഓപ്ഷൻ ഡി ആണ് അല്ലെങ്കിൽ 4 ആണ് വരിക അല്ലെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ കാൽക്കുലേഷൻ വൃത്തിയായിട്ട് ശ്രദ്ധിക്കട്ടോ ഓക്കെ അപ്പൊ അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കോണിക് സെക്ഷൻ എന്ന ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്